എടുത്തി, എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചാൽ നോക്കിയോ, അതെനിക്ക് ഓക്കെയാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സീത? നമ്മളതാ വീണ്ടും ഇനി കല്യാണം കഴിക്കാൻ പോവാ. പ്ലീസ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യ്. ഇന്നാ നോക്ക്. ഇത് ഓക്കെ ഏട്ടത്തി. ഞാൻ പറഞ്ഞിരുന്നില്ലേ സീത ഇത് തന്നെയാവും സെലക്ട് ചെയ്യാന്ന്? ഞാൻ പറഞ്ഞായിരുന്നു. ശരി, ആയിക്കോട്ടെ, ഞാൻ ഇത് തന്നെ പ്രിന്റ് ചെയ്യാൻ പറയാം. സാറേ, കല്യാണം തന്നെ വേണ്ടെന്ന് പറഞ്ഞവള് ഇപ്പൊ കല്യാണത്തിന് സമ്മതിച്ച് ഈ വരുന്ന വെള്ളിയാഴ്ച തന്നെ നിങ്ങളുമായിട്ടുള്ള കല്യാണം വെച്ച്. ഇപ്പൊ സന്തോഷായില്ലേ? എന്ത് സന്തോഷം? അവള് കല്യാണം കഴിക്കാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ അവക്ക് സ്പേസ് വേണോന്ന്. സ്പേസ്. സ്പേസോ എന്ന് വെച്ചാ? അവക്ക് ഏത് രീതിയിലാ സ്പേസ് കൊടുക്കണ്ടേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ മകൾക്ക് ഒരച്ഛനെ വേണം. അവളെ പോറ്റാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ഒരു ഭർത്താവിനെ വേണം. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ അവൾക്കൊരു ഭർത്താവിനെ വേണ്ടിയിട്ടല്ല. ആ വീട്, ആ അപ്പാർട്ട്മെന്റ് ഇരിക്കുന്ന ഏരിയ കിട്ടുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ അവളോട് ഞാനിങ്ങനെ സ്നേഹത്തോടെ സംസാരിച്ചോണ്ടിരിക്കുന്നേ. അതൊക്കെ കഴിഞ്ഞ ആ സീതയുടെ സ്ഥാനം എവിടാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. പക്ഷേ അവൾ എന്നോട് പെരുമാറുന്ന രീതി എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. അവളോട് ചോദിച്ചു ഇൻവിറ്റേഷൻ കാർഡ് സെലക്ട് ചെയ്യണോന്ന്, ഞാൻ ഷോപ്പിങ്ങിന് അവളെ കൊണ്ടുപോകണമെന്ന്. എന്തൊരവസ്ഥയാണ് ഇതൊക്കെ? സാറേ, ആ സ്ഥലം കിട്ടണമെങ്കിൽ സീതയെ കല്യാണം കഴിക്കുന്നത് തന്നല്ലേ അതിനുള്ള എളുപ്പ വഴി. കാര്യം നടക്കണമെങ്കിൽ നമ്മളൊന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നേ. കാര്യം കാണാൻ കഴുതക്കാല് പിടിക്കണമെന്ന് പറയാറില്ലേ? നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട സാറേ. മുതിർന്നവര് വെറുതെ പറയുന്നതാണോ 1000 കള്ളം പറഞ്ഞ് കല്യാണം നടത്തണമെന്ന്? ആ കുട്ടി എനിക്കൊരു വലിയ തലവേദനയായിട്ടുണ്ട്. നോക്ക്, മണ്ഡപത്തിൽ വെച്ച് സീതയുടെ കഴുത്തിൽ ആ താലി കെട്ടിയാൽ ഉടനെ ആ കൊച്ചിനെ വല്ല അനാഥാലയത്തിലും കൊണ്ടാക്കിക്കോണം. അതിന് വേണ്ടതൊക്കെ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട് സാറേ. ഞാനിവിടെ ഉണ്ടല്ലോ, എല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആലോചിക്കണ്ട. നിങ്ങളിപ്പോ അവർ രണ്ടുപേരും എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ അങ്ങ് കേക്ക്. കല്യാണം ഒന്ന് കഴിയട്ടെ. അത് കഴിഞ്ഞ സീതയൊന്നും സംസാരിക്കില്ല, സിഹിയൊന്നും സംസാരിക്കില്ല. ഇങ്ങനെ വാ പൂട്ടിയിരുന്നോളും. പിന്നങ്ങോട്ട് തുടങ്ങല്ലേ സാറിന്റെ വിളയാട്ടം. നമസ്തേ മാഡം, ഞാൻ ദേശായി സാറിന്റെ വീട്ടിൽ നിന്ന് വരുവാണ്. നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ കാർ അയച്ചിട്ടുണ്ട്. എന്നെയോ? എന്നെ എന്തിനാ വിളിക്കുന്നത്? എനിക്കങ്ങനെ ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ലല്ലോ. ഹലോ, ആ മാഡം, സീത മാഡം എവിടെയുണ്ട്? ഇതാ കൊടുക്കാം. മാഡം കോൾ ചെയ്യുന്നു. ഹലോ, നമസ്കാരം മാഡം. നമസ്കാരം, ഞാൻ ഭാർഗവിയാണ് സംസാരിക്കുന്നത്. ഇൻവിറ്റേഷൻ ഇങ്ങനെ ലാസ്റ്റ് മൊമെന്റിൽ അയച്ചതുകൊണ്ട് ഒന്നും തോന്നരുത്. ഐ എം റിയലി സോറി. അയ്യോ മാഡം, നിങ്ങൾ എന്തിനാ സോറി പറയുന്നത്? അതൊന്നും കുഴപ്പമില്ല. അയ്യോ, ഹൗ സ്വീറ്റ്. കണ്ടില്ലേ, ഇതാണ് നിന്റെ വലിയ ഗുണം. ഞങ്ങളുടെ ഡ്രൈവർ നിന്നോട് ഇതിനോടൊക്കെ പറഞ്ഞു കാണുമായിരിക്കും. ഡോണ്ട് വെറി, നിന്റെ പിക്കപ്പും ഡ്രോപ്പും എവറിത്തിങ് വിൽ ബി ടേക്കൻ കെയർ ഓഫ്. അല്ല മാം, ഞാൻ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യും സീത. റിലാക്സ് ആയിട്ട് വാ. ഓക്കെ മാഡം, ഞാൻ വരാം. താങ്ക്സ്. ഞാൻ കാറിൽ വെയിറ്റ് ചെയ്തോളാം മാഡം. ഒരു 2 മിനിറ്റ്. ശരി മാഡം.
ഹായ് സീത, വരൂ വരൂ, വെൽക്കം. നമ്മുടെ ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ദ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ ഇയർ ഇങ്ങനെ നാണം കുടുങ്ങി നിന്നാൽ എങ്ങനെ സീത? പ്ലീസ് ഇരിക്കൂ സീത. വേറൊരു വിശേഷം കൂടി അറിഞ്ഞല്ലോ, നിന്റെ കല്യാണം ഫിക്സ് ചെയ്തു. ഐ എം സോ ഹാപ്പി ഫോർ യു. കേട്ടപ്പോ ഒരുപാട് സന്തോഷമായി എനിക്ക്. Bloody nonsense. ഒന്ന് കണ്ണ് തെറ്റിയിരുന്നെങ്കിൽ ഈ വീട്ടിലെ മരുമകളായി കയറി വന്നേനല്ലേ. ഇപ്പൊ കണ്ടു നീ, നിന്നെ കൈ പിടിച്ച് കയറ്റി കൊണ്ടുവരേണ്ടവൻ തന്നെ നിനക്ക് ഭർത്താവിനെ കണ്ടെത്തുന്നു. നമസ്കാരം മാഡം, ഗുഡ് മോർണിംഗ്. സീത, ഞങ്ങളുടെ ഓഫീസിലെ ബെസ്റ്റ് എംപ്ലോയി. വെൽക്കം, വരൂ അകത്തേക്ക്. അല്ല, നീ എന്താ അവിടെ തന്നെ ആലോചിച്ച് നിൽക്കുന്നേ? വരൂ അകത്തേക്ക് പ്ലീസ്, വന്നാലും. മാം എന്നോട് വരാൻ പറഞ്ഞത് ഞാനാ. എന്ന് വെച്ചാ ഞങ്ങളുടെ കുടുംബത്തിന്റെ വകയായിട്ട് നിനക്കൊരു ചെറിയ സമ്മാനമുണ്ട്. നീ കല്യാണം കഴിക്കാൻ പോകുന്നു, ജോലി നിർത്താൻ പോകുന്നു, അങ്ങനെ നിന്നെ അങ്ങ് പറഞ്ഞയക്കാൻ പറ്റുമോ? നിന്നെ പോലൊരു നല്ല എംപ്ലോയിയെ ഞങ്ങൾക്കിനി കിട്ടില്ല. അതുകൊണ്ട് നിനക്ക് മറക്കാൻ കഴിയാത്ത അത്ര വലിയ സമ്മാനം. ഒരു മിനിറ്റ് നിക്കണേ. അപ്പോ ആരെവിടെ വന്നിരിക്കുന്നേ നോക്ക്. ഗുഡ് മോർണിംഗ് സർ. ഹായ്. So surprised to see you here. ഇരുന്നോളൂ. I will back in a minute. സീതയോട് എന്തിനായിരിക്കും ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? പിന്നെ ഏയ്, നീ എവിടെ ഇരിക്ക്. നിന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? സീതമ്മ കല്യാണം കഴിക്കാൻ പോകണോ? എടാ, സീത താഴെ വന്നിട്ടുണ്ട്. വാട്ട്? സാധന, നീ ചെന്ന് അപ്പൂനെ വിളിക്ക. സീത ഇതെന്താ ഇങ്ങോട്ട് വന്നത്? മോസ്റ്റ്ലി ഭാർഗവി അമ്മ വിളിച്ചിട്ടായിരിക്കണം. റാം, ചേച്ചി നിന്നെ വിളിക്കുന്നുണ്ട്. ശരി മേമ, മേമ പോയിക്കോ, ഞാൻ വരാം. വാ റാം, നിന്നെ വെയിറ്റ് ചെയ്യാം. ജ്യൂസ് എടുക്ക സീത. ഇതൊക്കെ എന്തിനാ മാം? എന്തിനാന്ന് ചോദിച്ചാ, നീ ഞങ്ങളുടെ എംപ്ലോയി ആയിരുന്നില്ലേ? എംപ്ലോയീസ് എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളവരെ പോലെയാണെന്ന് അച്ഛൻ എപ്പോഴും പറയും. നീ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പോവാൻ നിൽക്കാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഈ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാൻ നിൽക്കാണെന്നായിരുന്നു.
അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ ട്രീറ്റ്. എന്താ വരുന്നു? ഇവനിപ്പോ പോയ സീതയെല്ലാം മനസ്സിലാക്കുമല്ലോ. അറിയുന്നതാ നല്ലത്. നിന്റെ കല്യാണം കഴിഞ്ഞ് പോയാ പിന്നെ വീണ്ടും ഇതുപോലെ നീ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും. നിന്റെ ഭർത്താവ് നിന്നെ വളരെ നന്നായിട്ട് തന്നെ നോക്കും. ദാ, ഞങ്ങളുടെ കുടുംബത്തിന്റെ വക നിനക്കൊരു ചെറിയ സമ്മാനം വാങ്ങിക്കൊടു. നിക്ക് നിക്ക് നിക്ക്. ഇത് അപ്പൊ തന്നെ കുറച്ചുകൂടെ നന്നായിരിക്കും. അവനോട് തന്നെ തരാൻ പറയാം. ഒരു മിനിറ്റ് ഇതാ വരുന്നേ. അപ്പോ അപ്പോ എന്തുപറ്റി? എനിക്ക് സീതയോട് സംസാരിക്കാൻ പറ്റില്ല. പാവം മേമ ഒരുപാട് സ്നേഹത്തോടെ അവളെ വിഷ് ചെയ്ത്. ഞാൻ സീതയോട് സംസാരിച്ച് എനിക്ക് നശിപ്പിക്കാൻ താല്പര്യമില്ല. അവൾ എന്നോട് ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാ അത് ശരിയാവില്ല. അപ്പോ നീ ഇത് എവിടെ മോനെ? അപ്പോ 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 നീ എവിടെയാടാ? ഭാർഗവി, ആച്ചാ ആരാ മോളെ വന്നത്? നമ്മുടെ ഓഫീസിലൊരു എംപ്ലോയി ആച്ചാ. അവള് കല്യാണം കഴിക്കാൻ പോവാ. അതുകൊണ്ട് ഒരു ചെറിയ സമ്മാനം കൊടുക്കാന്ന് വിചാരിച്ചു. അച്ഛന്റെ കൈ കൊണ്ട് തന്നെ കൊടുക്കണമെന്നായിരുന്നു എനിക്ക്. പക്ഷെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങളുടെ പേരക്കുട്ടിയെ ഏൽപ്പിച്ചു കഴിഞ്ഞതല്ലേ. അതുകൊണ്ട് ഞാൻ അപ്പൂനെ അന്വേഷിക്കുമായിരുന്നു. ശരി മോളെ, സന്തോഷം. റാമിനോട് തന്നെ കൊടുക്കാൻ പറ. എന്റെ ഒരു വിഷു പറഞ്ഞേക്ക്. ആച്ചാ എന്തായാലും പറയാം. അപ്പോ 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 എത്ര നേരമായിട്ട് നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കാൻ ഞാൻ. അത് മേമ, ഞാൻ അശോകുമായിട്ട് കുറച്ച് ഓഫീസിലെ കാര്യങ്ങള്. അശോകിന്റെ കൂടെയായിരുന്നല്ലേ? പാവം നിന്റെ എംപ്ലോയി എത്ര നേരമായിട്ട് വന്ന് കാത്തിരിക്ക. നീ നിന്റെ കൈകൊണ്ട് എന്നെ വന്ന് സമ്മാനം കൊടുക്ക. വാ 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 വന്നേ. അത് മേമ തന്നെ കൊടുക്കുന്നല്ലേ നല്ലത്. നോക്ക്, ഞാൻ ഈ വീട്ടിലെ മരുമകള് മാത്രമാണ്. നീയോ ഓഫീസിലെ മുതലാളിയാ. എംപ്ലോയീസിന് ബോസിന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിക്കാനായിരിക്കും താല്പര്യം. നീ ഒന്ന് വേഗം വന്ന് വേഗം കൊടുക്ക. അല്ല, വാടാ വാ. ആരുമില്ലല്ലോ മോളെ. എവിടെ പോയിന്നറിയില്ലല്ലോ. സാധന, സാധന, അവരെവിടെ പോയി? പൂജാമുറിയിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചു.
അത് തുറന്നു കൊടുത്തു. അവരെപ്പോഴാ ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് പോയതെന്ന് അറിയില്ല ചേച്ചി. മോസ്റ്റ്ലി അവൾ ഓഫീസിലേക്ക് ലേറ്റ് ആവുന്ന കരുതി പോയതാന്ന് തോന്നുന്നു മേമ. അറിഞ്ഞിട്ട് പോകാമായിരുന്നില്ല. അവര് ഒരുപാട് പേടിച്ച് സംശയിച്ച ഇവിടെ ഇരുന്നത്. നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു അച്ഛാ. ഭാർഗവി, അവക്കെന്തോ സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് ഓഫീസിലേക്ക് കൊടുത്തു വിട്ടേക്ക്. ശരി അച്ഛാ. വെരി സ്മാർട്ട് സീത. റാമിന്റെ കയ്യിൽ നീ സമ്മാനം വാങ്ങാൻ ഇഷ്ടമല്ലാത്തോണ്ട് ചോദിക്കാതെയും പറയാതെയും അങ്ങ് ഓടിപ്പോയല്ലേ. ഈ വീട്ടിലേക്ക് എന്നെ വീണ്ടും വിളിക്കരുത് ദൈവമേ. മാഡം പോവാണോ? വണ്ടി എടുക്കട്ടെ മാഡം? ഇല്ല വേണ്ട, ഞാൻ ഓട്ടോ പിടിച്ചു പോയിക്കോളാം. എന്ത് പറ്റിയടാ? എനിക്കറിയില്ലടാ. ഈ ഉറങ്ങുന്നവരെ എണീപ്പിക്കാൻ പറ്റുമോ? അത്രേ ഈ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുന്നവരില്ലേ, അവരെ എണീപ്പിക്കാൻ പറ്റില്ല. ഇപ്പോഴെങ്കിലും അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലതാന്ന് തോന്നുവാടാ. ഓഫീസിൽ ഞാൻ ബോസും നീ എംപ്ലോയി ആയിട്ട് നാടകം കളിച്ചോണ്ടിരിക്കുന്നില്ലേ, അതുകൊണ്ട് ഇങ്ങനെ ആയത്. ഇനി എന്ത് സംഭവിച്ചാലും മാറണം, നമ്മൾ നാടകം നിർത്തണം. കമോൺ, ഗെറ്റ് അപ്പ്, ഗെറ്റ് റെഡി. സൗത്ത് ഏഷ്യൻ ബിസിനസ് ടൈംസ് മാഗസിൻകാർ വന്നിട്ടുണ്ട് ഇവിടെ. ആരാണ് നീ, ആരാണ് ഞാൻ. ഓഫീസിൽ നിന്ന് കളിക്കുന്നില്ലേ കണ്ണാരമ്പത്തി കളി, അതൊന്നും ഇവിടെ നടക്കില്ല. അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ ലിസൺ, എന്നെ കൊണ്ട് ഇതൊന്നും ക്യാരി ചെയ്യാൻ പറ്റില്ല. സൂര്യപ്രതാപ് ദേശായിയുടെ കൊച്ചുമോനാന്ന് പറഞ്ഞിട്ട് ആ പബ്ലിസിറ്റി സ്റ്റണ്ടൊക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ള എക്സ്ട്രാ ഭാരമൊന്നും എന്റെ തലയിൽ വെച്ച് നടക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. അവിടെ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നീ അങ്ങ് മാനേജ് ചെയ്താൽ മതി. എടാ, സൂര്യപ്രകാശ് ദേശായിയുടെ പേരക്കുട്ടി ശ്രീറാം ദേശായി, അത് നീയാ. ഇനി അങ്ങോട്ട് ഇതിനെ മറച്ചു വെച്ച് മാനേജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ റോള് നീ കളിച്ചോ. എന്റെ സ്ഥാനം എവിടെയാണോ അവിടെ ഞാനുണ്ട്. നീ എന്താണ് ഈ പറയുന്നേ? എക്സ്ക്യൂസ് മീ സർ. സർ, റാം സാർസ് ഔട്ട്ഫിറ്റ് ഫോർ ദ മീറ്റിംഗ്. താങ്ക് യു. മുത്തശ്ശൻ കാത്തിരിക്കുന്നുണ്ട്, വേഗം റെഡി ആയിട്ട് വാ. നോക്ക്, നിന്റെ മനസ്സിലിപ്പോ എന്താ ഉള്ളതെന്ന് നിനക്കറിയാമായിരിക്കില്ല, പക്ഷെ എനിക്കത് മനസ്സിലാവും. സീത ലക്ഷ്മണ രേഖ കടന്ന് അപ്പുറം പോയിട്ടും ശ്രീരാമൻ തന്റെ വിശ്വാസം കളഞ്ഞില്ല. തന്റെ ശക്തിയിൽ വിശ്വസിച്ച് സീതയെ സംരക്ഷിച്ചു. ഇപ്പൊ നീ നിന്നെ വിശ്വസിച്ചേ പറ്റൂ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഒടിയേ താഴെ ഞാൻ കാത്തിരിക്കും, വേഗം റെഡിയായി വാ. എടാ അനിയ, ദേശായി ക്രിക്കറ്റ് ടീമിൽ നോൺ പ്ലേയിങ് ക്യാപ്റ്റനായിട്ട് ഇരിക്കുന്ന പോലെ ഉണ്ടല്ലോ അച്ഛൻ. അൺഫോർച്ചുനേറ്റ്ലി സബ്സ്റ്റിറ്റ്യൂഷൻ ഓപ്ഷൻ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കളിക്ക് വരത്തയിലായിരുന്നു. അതെ അനിയ, ഞാൻ കുനിയാം. വേണ്ടാത്തതൊക്കെ പറഞ്ഞിട്ട് അച്ഛന്റെ വായിന്നും ആവശ്യമില്ലാത്ത കേൾപ്പിക്കല്ല അനിയ. ദേ, ഇന്നെങ്കിലും നമ്മൾ എല്ലാരും കൂടെ ചേർന്നൊരു ഫോട്ടോ എടുക്കണം കേട്ടോ. എന്നാലേ സന്തോഷാവും. ആ ക്രിക്കറ്റ് ടീം പോലെ. ഇല്ലെങ്കിൽ ഏട്ടാ ഫോട്ടോ എടുക്കാൻ വരെയില്ല. ചെറിയ മേമ,
ഫോട്ടോ എടുക്കാൻ പുറത്തെല്ലാം റെഡി ആയിട്ടുണ്ട്. ഓ അവിടെ Yeah. അപ്പോ അപ്പോ പ്ലീസ് നോ ഫോട്ടോസ് പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. വി ആർ വെരി സോറി സർ, ബട്ട് വി നീഡ് യുവർ പിക്ചർ. ദേശായി കുടുംബത്തിന്റെ ഒരു സ്റ്റോറി ചെയ്യണമെന്നുണ്ട്. ഇറ്റ് വിൽ ബി ഇൻസ്പയറിംഗ് ടു മെനി. താങ്കളുടെ ഫോട്ടോസ് എവിടെയും ഇല്ല, സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് അല്ല. താങ്കളുടെ ഫോട്ടോ വൈറലാക്കാൻ പറ്റുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അപ്പോ എന്തിനാ നീ ഇങ്ങനെ നാണിച്ചു നിൽക്കുന്നേ? അവര് കൂടി വന്ന് 2-3 ഫോട്ടോ എടുക്കും മാത്രല്ലേ? അങ്ങനെയല്ല, റാം ചെറുപ്പം മുതൽ ഇങ്ങനെ തന്നെയാ. ഫോട്ടോ എടുക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ ഒരു സ്വഭാവം. നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ. DRS എടുക്കാതെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പു സർ, ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ സമ്മതിക്കല്ലോ അല്ലേ?